ടാറ്റ. ഉച്ചയ്ക്ക് എത്തുമോ? വൈകുന്നേരം ആവുമോ? ബൈ. അപ്പോൾ ലഞ്ചിന് എഗ് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ ചിക്കൻ ചേച്ചി കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ റൈസ് നമ്മൾ സെപ്പറേറ്റാണ് വേവിച്ചെടുക്കുന്നത്. അതിന് ശേഷം വെജിറ്റബിൾസ് എല്ലാം തന്നെ വഴറ്റി അതിലോട്ട് റൈസ് മിക്സ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. വെജിറ്റബിൾസ് എല്ലാം എണ്ണയിൽ മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ആവശ്യമായ മുട്ടയും കൂടി ചേർത്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. അതിനുശേഷം നേരത്തെ പാചകം ചെയ്ത് വെച്ച റൈസ് ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എഗ് റൈസ് റെഡി. അടുത്ത പരിപാടി ചിക്കൻ കറിയാണ്. അതിനെപ്പറ്റി ഒരാളെ കിട്ടിയുകൊണ്ട് ആ പണി എളുപ്പമായി. ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി മൂപ്പിച്ചെടുത്ത ശേഷം അതിനകത്ത് വേണ്ട മസാലയും ചേർത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി അത് നല്ല രീതിയിൽ വറക്കിയെടുത്തു. പിന്നെ ആ ചിക്കനും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് അങ്ങോട്ട് ഇരിക്കടാ വന്നിട്ട് വേവിച്ചങ്ങെടുത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് അടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ആ പണി നോക്കി എല്ലാം തിളച്ച് വന്നിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. കുറച്ച് ചിക്കൻ വറുക്കുകയും ചെയ്തു, ചില്ലി ചിക്കൻ. പിള്ളേർക്ക് ആവശ്യമല്ലേ, അങ്ങനെ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. സലാഡും ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ കുട്ടിപ്പട്ടാളത്തെ പിടിച്ച് കഴിക്കാതിരുത്തി. തേരിന് പോകേണ്ടത് കൊണ്ട് വൈകിച്ചില്ല. അങ്ങനെ ഏട്ടനും അളിയനും പെങ്ങളും അല്ലുവും അത്തുവും സ്വത്തും എല്ലാം അങ്ങനെ കഴിച്ച് അബിയും എല്ലാവരും കൂടി ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ തേര് കാണാൻ ചെന്നു. തേര് കാണാൻ ചെന്നപ്പോഴത്തേക്കും അല്ലുവിനെ അളിയനും എടുത്തു, അത്തുവിനെ ഏട്ടനും എടുത്തു. ഞാൻ ഫ്രീ ആയി. നല്ല കാര്യം. അല്ലു എന്തോ കാര്യം സാധിക്കാൻ വേണ്ടിയുള്ള കരച്ചില്ല. ഇതിനിടയ്ക്ക് കുഞ്ഞു സത്യായിരുന്നു ക്ലാസ് കഴിഞ്ഞ്. പിന്നെ വീട്ടിൽ ചെന്ന് ഫ്രഷായിട്ട് വരാൻ പറഞ്ഞാൽ പോയപ്പോൾ ഫുഡുണ്ട് പറഞ്ഞപ്പോഴത്തേക്കും അവൾ ഹാപ്പിയായി. പിന്നെ പിള്ളേർക്കെല്ലാം ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. അല്ലുവിന് പിന്നെ ചോക്കോബാർ മതി. ചോദിച്ചിട്ട് പോലും തന്നില്ല. എൻ്റെ അല്ലേ പുത്രി, തരുമോ? നല്ല ആസ്വദിച്ച് കഴിക്കട്ടെ. ഏതാണ്ട് രാത്രി ആയപ്പോഴത്തേക്കും അല്ലുവിനും അത്തുനും നല്ല ക്ഷീണമായി. കുട്ടികളൊക്കെ ക്ഷീണിച്ചു. അതുകൊണ്ട് വീട്ടിലോട്ട് പോന്നു.